ചേട്ടാ എന്താ പേര്? രാജൻ. രാജൻ. എവിടെ വീട്? ആലപ്പാട്. ഈ ആലപ്പാടാണ്. അത് പുള്ളിന്റെ അപ്പുറത്ത് അവിടെ അല്ലേ? എങ്ങനെ ചായ കുടിച്ചോ രാവിലെ? ചായ കുടിച്ചു. അതുപോലെ ചായ കുടിക്കാം. ഇപ്പം ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ട്. കുമാരന്റെ ചായ കുടിക്കാറുണ്ട്. കുമാരയുടെ ചായ കുടിക്കാറുണ്ട്. അസല് ചായ കേട്ടോ. അടുത്ത കാലത്ത് കുടിച്ച നല്ല രുചിയുള്ള നല്ല കടുപ്പമുള്ള ചായയിലൊന്നാണ് അല്ലേ ചേട്ടാ? തേയില ഏതാന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഗംഭീര ചായ കേട്ടോ. അപ്പോൾ ചേട്ടന്റെ ചായ ഒക്കെ കുടിച്ചു. എങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം? ഇവിടെ അടുത്ത വർഷം ജയിക്കും സുനിൽകുമാർ. സാധ്യതയുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസ് ജയിക്കും എന്ന് പറയുന്നു. സുനിൽകുമാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് അല്ലേ? അപ്പൊ കോൺഗ്രസ് ജയിക്കുമെന്നും ഒരു അഭിപ്രായമുണ്ട്, BJP ജയിക്കുമെന്നും ഒരു അഭിപ്രായമുണ്ട്. മത്സരം എന്തായാലും കടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ പുള്ളിൽ ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നല്ലോ. അപ്പോൾ നമ്മൾ ചില വീടുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വോട്ടഭ്യർത്ഥനയുമായിട്ട് എത്തിയതാ. ആർക്കാ വോട്ട് കൊടുക്കേണ്ടത്? ഞങ്ങളങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് വോട്ട് കൊടുക്കാം, പക്ഷേ വോട്ട് ചെയ്യാനായിട്ട് എല്ലാ വോട്ടർമാരും എത്തണം. നമ്മളൊരു വോട്ട് ആഹ്വാനമായിട്ട് ഇറങ്ങിയിരിക്കുക. എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് 26-ാം തീയതി എത്തണം. ഇവിടെ എങ്ങനെ മൊത്തത്തിൽ സാധ്യത? ഇവിടെ സുരേഷ് ഗോപിക്കാണ് കൂടുതൽ ചാൻസ്. സുരേഷ് ഗോപിക്ക് ഒരു സാധ്യതയുണ്ട്. ആളെ വ്യക്തിത്വം നല്ല വ്യക്തിത്വമാണ്. മൊത്തത്തില് അഭിപ്രായം ഞാൻ വോട്ട് ചോദിക്കാനാണ്. വണ്ടിയിലൊക്കെ കാരണം ആൾക്കാർ കൂടുതൽ പറയണത് സുരേഷ് ഗോപിയെ കുറിച്ച്. നാട്ടിലൊരു സംസാരമുണ്ട് അല്ലേ? നാട്ടിലൊരു സംസാരമുണ്ട്, സുരേഷ് ഗോപിക്ക് ഒരു ട്രെൻഡ് ഉണ്ട്. അതേസമയം നാട്ടിലൊരു വർത്തമാനമുണ്ട്, സുനിലിനും കെ മുരളീധരനും സാധ്യതയുണ്ടെന്ന് അല്ലേ? എന്താ സാധ്യത? സുനിൽകുമാർ. മുരളീധരന് സാധ്യതയുണ്ട്, സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്, സുനിൽകുമാറിന് സാധ്യതയുണ്ട്. മത്സരം കടുക്കും അല്ലേ? സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്. എന്തുകൊണ്ട് സുരേഷ് ഗോപി? നല്ലൊരു വ്യക്തിയാണ്, ആണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ആ വ്യക്തിക്ക് ഒരു വോട്ട് കൊടുക്കുകയാണ്. ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടും എന്നാണ് പ്രതീക്ഷ. എന്താ പ്രതീക്ഷ? സുരേഷ് ഗോപി ആണ് അല്ലേ? സുരേഷ് ഗോപി ജയിക്കുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഒരു MLA ഉണ്ട്. ഈ MLA ഓരോ നേതാക്കന്മാര് വായ പൊത്തി പിടിച്ച് നടക്കുന്നു. ആണ് പ്രതികരിക്കാനില്ല. ഇപ്പൊ ഒരു പരസ്യത്തിന് വേണ്ടി 3-4 വെയിറ്റ് ഷെഡുകൾ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഈ MLA ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. അതാണ് പുള്ളിൽ നിന്നുള്ള പ്രതികരണം. അപ്പൊ സുനിൽകുമാറിന് കടുത്ത മത്സരം ഉയർത്തിക്കൊണ്ട് കെ മുരളീധരനും സുരേഷ് ഗോപിയും രംഗത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, സുരേഷ് ഗോപി ജയിക്കുള്ളൂ. ആണ് അല്ലേ? അത് ഉറപ്പാണ്. എന്തായാലും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ. പുള്ളിലെ ജീവിതമൊക്കെ എങ്ങനെ? പുള്ളി തന്നെയാണോ? അല്ല, പുറത്താണ്. അവിടെ ചായ കുടിക്കാൻ വന്നാ? കുമാരേട്ടന്റെ ചായക്കട അല്ലേ? ചേട്ടന്റെ പേര് മുഴുവൻ കുമാർ എന്നാണോ കുമാരൻ എന്നാണോ? കുമാരൻ ചേട്ടന്റെ ചായക്കട പുള്ളിൽ വന്ന് നിങ്ങൾ ചായ കുടിക്കണം. അതൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനായി മാറി അല്ലേ? വേറെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുക ചായക്കൊപ്പം? വേറെ പല ഐറ്റങ്ങളുണ്ട്. പിന്നെ ഉള്ളിവട, പരിപ്പ് വട, ബജ്ജി, മുളക് ബജ്ജി, കായ ബജ്ജി. ഒറ്റയ്ക്കാണോ ഇതൊക്കെ ഉണ്ടാകുന്നത്? ആള് വരും അല്ലേ? അപ്പോൾ കുമാരേട്ടന്റെ ചായക്കടയിൽ വന്നൊരു ചായ കുടിക്കുക, അതിനുശേഷം പുള്ളിലെ കാഴ്ചകൾ കാണുക. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പുള്ളിലെ പുതുത്തോടിൽ പോയിട്ട് നല്ലപോലെ സായാഹ്നം കാണുക. എവിടെ? കൊട്ടവഞ്ചിയിലിരുന്ന് സായാഹ്നം കാണണം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എവിടെ വീട്? ഇവിടെ അല്ല, പുള്ളിലല്ല, കോളേജിൽ പോണ വഴി. ഓക്കെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയമൊക്കെ ഇവിടുത്തെ? അവിടെ ഉണ്ട്. മത്സരം കടുക്കുവോ? ശക്തമായ മത്സരമായിരിക്കും. ആർക്കാ സാധ്യത? എന്തായാലും നല്ല മത്സരമായിരിക്കും അല്ലേ? തീർച്ചയായും ജയിക്കും. സുരേഷ് ഗോപി ജയിക്കുമെന്നും പറയുന്നുണ്ട്, മുരളീധരൻ ജയിക്കുമെന്നും പറയുന്നല്ലോ. അപ്പൊ നല്ല മത്സരമായിരിക്കും. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ജയിക്കും. അങ്ങനെ സാധ്യത ജയിച്ചു കഴിഞ്ഞ ഒരു കേന്ദ്രമന്ത്രിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഒരു സാധ്യത. ഇവര് പോയിട്ട് അവിടെ പേപ്പർ വലിച്ചു കീറാൻ മാത്രമല്ലേ പോകുന്നത് അവിടെ ഇരുന്നിട്ട്. അതെ, പ്രതിഷേധിക്കാൻ വേണ്ടി. നമുക്ക് ഭരിക്കാൻ വേണ്ടി ഒരു മന്ത്രിയെ കിട്ടും. തീർച്ചയായിട്ടും. ചായ കുടിച്ചു രാവിലെ? ഫുള്ളാണോ വീടോ അതോ പുറത്താണോ? ഇവിടെ ചായൂരാണ്. ഇവിടെ ചായൂരാ. കുമാരേട്ടൻ ചായ കുടിക്കാൻ വന്നാ? ഇല്ല, ഞാൻ ഇതിൽ പോകുമ്പോ വന്നാ നമ്മളെ കണ്ടോണ്ടിറങ്ങിയതാ. നമസ്കാരം. എവിടെ വീട്? പുള്ളിൽ തന്നെയാ. അപ്പൊ 6 മാസം നിങ്ങളുടെ പാടം വെള്ളത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ വെള്ളത്തിലല്ലല്ലോ. ഇന്ന് ജലദിനമാണ്. അപ്പം ജലദിനം ആയതുകൊണ്ട് നമ്മൾ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിലേക്ക് വന്നതാ, പുള്ളിലേക്ക് അല്ലേ? ഇവിടെ നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അങ്ങനെ വെള്ളക്കെട്ട്, പ്രളയമൊക്കെ വരുമ്പോ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ഏരിയ ആയിരുന്നല്ലോ. സമയത്ത് നമ്മുടെ സുനിൽകുമാറും എല്ലാവരും മത്സരം കടുക്കും. മത്സരം 3 മുന്നണികളും വളരെ ശക്തമാണ്. ഇത്തവണ മുരളീധരൻ കൂടെ വന്നപ്പോൾ ചിത്രം ഒന്നുകൂടി ഒന്ന് ശക്തമായി അല്ലേ? ഓക്കെ. അങ്ങനെ ഒരു അഭിപ്രായമാണ് പുള്ളിനുള്ളത്. നമ്മളിപ്പോ പുള്ളിൽ കുമാരേട്ടന്റെ ചായക്കടയിൽ വണ്ടിയൊക്കെ നിർത്തി നമുക്കിനി ചില വീടുകളിലേക്കൊന്ന് പോകണം. അവിടെ നമുക്ക് നമ്മുടെ വോട്ടഭ്യർത്ഥനയുമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പുള്ളിലാണ്. ലോട്ടറി ചേട്ടനുണ്ടല്ലോ, നമസ്കാരം. പുള്ളിലാണോ? ആലപ്പാടാണ്. ആലപ്പാട് പറയുന്നത് അപ്പുറം വരും അല്ലേ? അക്കരക്കര വരും. ഓക്കെ. അപ്പോൾ നമ്മുടെ നോട്ടീസ് ഉണ്ടെങ്കിൽ ഒന്ന് ചേട്ടന് കൊടുക്കാമായിരുന്നു. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമല്ലോ ചേട്ടൻ അല്ലേ? വോട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ഒരു വോട്ടഭ്യർത്ഥനയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചേട്ടൻ തീരുമാനിച്ചോളുക. 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തണം. ആര് ജയിക്കാനാണ് സാധ്യത? ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചാൽ നാട്ടുകാർക്ക്, മറ്റുള്ളവർ ജയിച്ചാൽ നേതാക്കന്മാർക്ക് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതാണ്. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ വരണം ചേട്ടൻ. ഇവിടെ തൃശ്ശൂർ തന്നെയല്ലേ വോട്ട്? ഓക്കെ. അപ്പം ഇത് എന്തൊക്കെയാണ് ഉള്ളത് ഞാനൊന്ന് പറയാം. ഇതിപ്പം നമുക്കുള്ളത് നമ്മുടെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പം നമ്മളെല്ലാ വോട്ടർമാർക്കും റിപ്പോർട്ടർ ചാനൽ വീടുകളിൽ പോയി ഒരു അഭ്യർത്ഥന നടത്തുന്നത്. നമ്മുടെ ഓരോ വോട്ടിനും വലിയ മൂല്യമുണ്ട്.
ഒരുപക്ഷെ നമ്മുടെ ഭാവി തലമുറയുടെയും രാജ്യത്തിൻ്റെയും ജീവിതത്തിൽ തന്നെ നിശ്ചയിക്കാനുള്ള കരുത്തുണ്ട് ഓരോ വോട്ടിലും. സമ്മതിക്കുന്നുണ്ടല്ലോ? സമ്മതിക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ഏപ്രിൽ 26 ബൂത്തിലേക്ക് പോകുമ്പോൾ ആ വോട്ടിങ്ങിൻ്റെ പ്രത്യേകതകൾ, എത്ര വോട്ടർമാരുണ്ട്, എത്ര സ്ത്രീ വോട്ടർമാരുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കേരളത്തിൽ LDFും UDFും ആരൊക്കെ ജയിച്ചു എന്നതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം 1952 മുതൽ ഇങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിക്കും കിട്ടിയ സീറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മളുടെ ലോക്സഭയിലെ എത്ര സീറ്റുകളുണ്ട്, രാജ്യസഭയിൽ. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഇത് കൊടുക്കുക, എന്നാൽ അവർക്കിത് പഠിക്കാൻ ഉപകരിക്കും. അപ്പോൾ പാർലമെൻറ്റിൽ എത്ര അംഗങ്ങളുണ്ട്, എത്ര തിരഞ്ഞെടുപ്പുണ്ട്, ഒരു ലഘു ചരിത്രം കൂടി നമ്മൾ അതിൻ്റെ കൂടെ തരുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വെച്ചോളൂ. അപ്പോൾ കാണാം. ചേട്ടൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ? അനിൽകുമാർ. അപ്പോൾ സന്തോഷം. ലോട്ടറി കച്ചവടമൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ടല്ലോ. 2 ഫസ്റ്റ് പ്രൈസ് കൊടുത്താണ്. 2 ഫസ്റ്റ് പ്രൈസ്. 2 ഫസ്റ്റ് പ്രൈസോ? എത്ര വീതം? 1 കോടി കൊടുത്തിട്ടുണ്ട്. ആദ്യം 20 ലക്ഷം കൊടുത്തു. പിന്നെ 1 കോടിയുടെ സമ്മാനം അടിച്ചിട്ടുണ്ടോ? എന്നാ ഒരെണ്ണം എടുത്താലോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എങ്കിലും കൊള്ളാം. 1 കോടി അടിച്ചിട്ടുണ്ട്. കമ്മീഷൻ കിട്ടി കാണുമല്ലോ. കമ്മീഷൻ 1 കോടി അടിച്ചപ്പോൾ 8 ചില്ലറ കിട്ടി. 8.5 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടി അല്ലേ? അപ്പോൾ അടിപൊളി. അപ്പോൾ ഞാൻ കണ്ടത് ചെറിയ പുള്ളിക്കാരനെയല്ല, പുള്ളിലെ ഒരു വലിയ പുള്ളിക്കാരനെയാണ് നമ്മൾ കണ്ടത്. താങ്ക് യു ചേട്ടാ, സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പുള്ളിലെ മറ്റു വീടുകളിലേക്ക് കൂടി പോവുകയാണ്. നമ്മൾ വോട്ടഭ്യർത്ഥനയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമുക്ക് നടന്നാലോ? അങ്ങോട്ട് രാവിലെ നടന്നോ? ചായ കുടിച്ചോ? കുമാരേട്ടൻ്റെ ചായ കടയിൽ വീട്ടിലാണ് കുടിച്ചത്. ഓക്കെ, പുള്ളി തന്നെയാണോ വീട്? തൊട്ടടുത്താണ് വീട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടുത്തെ ജീവിതമൊക്കെ? അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരെല്ലാം സമാധാനമുണ്ട്. മാത്രമല്ല രാവിലെ എണീക്കുമ്പോൾ നല്ല കാഴ്ച. മഴ പെയ്താൽ വെള്ളത്തിലാവും. അടിപൊളി. വെള്ളത്തിലാവും. പക്ഷെ ഒരുപാട് ആൾക്കാർ കാണാൻ വരും. നിർത്തിയാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? മനോഹരമായ സ്ഥലമാണ്. എന്തോ രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയാ ഇവിടെ? 3 മുന്നണികൾ ശക്തമാണോ? 3 മുന്നണി ശക്തം പറയാൻ പറ്റില്ല. സുനിൽകുമാർ വലിയ രീതിയിൽ വിജയിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, നമുക്ക് വ്യത്യസ്ത പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ഗോപി, സുനിൽകുമാർ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ നിരവധി ആളുകളെ, കെ മുരളീധരൻ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നമസ്കാരം ചേട്ടാ. അപ്പോൾ നമ്മൾ ഒരു നിമിഷം വാഹനം കടന്നു പോവാം. നമസ്കാരം. ഇത് നമ്മളുടെ വോട്ടഭ്യർത്ഥനയാണ്. സ്ഥാനാർത്ഥിയില്ല, അത് ചേട്ടൻ ഇഷ്ടപ്പെട്ട ആൾക്ക് വോട്ട് ചെയ്യാം. പക്ഷെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. എന്താ പേര്? റഫനിൽ. എവിടെ വീട്? ഓക്കെ. എന്താ മൊത്തത്തിൽ ഒരു സാഹചര്യം ഉള്ളത്? അയ്യോ, സന്തോഷം. എന്ത് ചെയ്യുന്നു? ഞാൻ മരപ്പണിയാണ്. ഇവിടെയാണോ അതോ കോടന്നൂർ? അത് പുള്ളിൽ നിന്ന് ഒരുപാട് ദൂരം? 2 കിലോമീറ്റർ. രാവിലെ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നല്ല സുഖമല്ലേ? വഴി ബ്ലോക്ക് ആയ കാരണം. ചായ കുടിച്ചു, കാപ്പി കഴിഞ്ഞു, എപ്പോഴും തിരിച്ചു പോകും? ഇപ്പൊ തന്നെ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പണിയില്ലേ? ഇന്ന് പണിയുണ്ട്. ഓക്കെ, സന്തോഷം ചേട്ടാ, സന്തോഷം. അപ്പൊ പുള്ളിൽ നിരവധി മനുഷ്യരെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ വോട്ടഭ്യർത്ഥനയുമായിട്ട് എത്തിയിരിക്കുന്ന കാര്യം ഇവിടെ അടുത്തെവിടെയാണ്. മഞ്ജു വാര്യരുടെ വീട് ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ തൊട്ടടുത്താണെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. പുള്ള് കല്ലാറ്റ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഭഗവതി ക്ഷേത്രമല്ലേ? അല്ലേ? ഇത് ഏതാണ്? ഇത് കാർത്യായനി ഭഗവതി ക്ഷേത്രമാണ്. നോട്ടീസ് മറ്റൊരു ക്ഷേത്രത്തിൻ്റെയാണ് അല്ലേ? ഏതാ? അത് അമ്പലത്തിൽ ഒരു ആഘോഷമായിരുന്നു. അതിന്റെ ഒരു ഫ്ലക്സ്. ഈ ക്ഷേത്രം പുള്ള് കാർത്യായനി ഭഗവതി ക്ഷേത്രം അല്ലേ? അതാണ് തൊട്ടപ്പുറത്താണ് മഞ്ജു വാര്യരുടെ വീട് അല്ലേ? അവർക്ക് മഞ്ജു വാര്യരുടെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇനി മറ്റു ചില വീടുകളിലേക്ക് കൂടി പോകണം. അപ്പോൾ നമ്മൾ വോട്ടഭ്യർത്ഥനയുമായിട്ട് എത്തിയിരിക്കുന്ന കാര്യമാണ് പ്രേക്ഷകരോട് പറഞ്ഞത്. 26-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി ഞാനൊന്ന് പ്രേക്ഷകരോട് പറയാം. ഇന്നത്തെ ദിവസം ലോക ജല